ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ, ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതും കൂടെയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇതുപോലൊരു ടെൻഷൻ അടിച്ച ദിവസമില്ല കേട്ടോ. അതിന് കാരണം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ലെറ്ററാണ് കേട്ടോ. ഇതെന്താ സംഭവം അറിയോ? നമ്മുടെ ഇവിടെ പഞ്ചായത്താണ് കേട്ടോ. അപ്പോൾ പഞ്ചായത്ത് വഴി അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് അംഗൻവാടി വർക്കേഴ്സ് പറഞ്ഞിട്ട് അവരിനെ എടുക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ. ഹെൽപ്പേഴ്സ് വർക്കേഴ്സ് പറഞ്ഞാൽ നമ്മൾ അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. 10th പാസ്സായവർക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫെയിലായവർക്ക് ഹെൽപ്പേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ചായിട്ടോ അപ്ലൈ ചെയ്തിട്ട് കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് വെറുതെ ഇരിക്കുകയല്ലേ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം പറഞ്ഞിട്ട് പോസ്റ്റ് വഴി ലെറ്റർ വന്നത്. അപ്പോൾ ഇന്നാണ് കേട്ടോ അത്. ഞാനിതാ നല്ല ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊന്നും അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, എന്നാലും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടെൻഷനാണ്. അവിടേക്ക് പോണതിന് മുമ്പായിട്ട് നമുക്ക് SSLC സർട്ടിഫിക്കറ്റും അതുപോലെ ആധാർ കാർഡും റേഷൻ കാർഡൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ 10th സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അതിൽ എൻ്റെ ഫോട്ടോ കണ്ട എത്ര ചെറുതായിട്ടാണ് അതിനായിരിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ്, ആധാരത്തേക്ക് കാണാൻ പറ്റില്ല. ആധാരത്തെ എടുത്ത് ഞാൻ ചിരിക്കും, നിങ്ങൾ എന്നെ പേടിക്കും. പിന്നെ ഇത് ഐഡൻറ്റിറ്റീത്തെ കാണിച്ചു തരാം കേട്ടോ. ഐഡൻറ്റിറ്റീത്തെ ഞാൻ ഏകദേശം ഇപ്പോൾ ഉള്ള പോലെ തന്നെ ഉള്ളത്, കാരണം ഈ ഇടയ്ക്ക് എടുത്തതാണ് കേട്ടോ ID കാർഡ്. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഫേസാണ്. ആധാരത്തെ കണ്ടു കഴിഞ്ഞാൽ വല്ല നമ്മൾ കുട്ടികളെ പിടിക്കാൻ വരില്ലേ, വല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന സ്ത്രീകളുടെ മുഖം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇലക്ഷൻ ID. ഇത് ഏകദേശം എൻ്റെ ഇപ്പോഴത്തെ മുഖം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നോക്കി ചിരിക്കും. ചില സമയത്തൊക്കെ ടെൻഷൻ വരുമ്പോൾ ആധാർ കാർഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മളേ ഇല്ല വല്ല എന്താ പറയുക, എവിടത്തെയോ പെണ്ണുങ്ങൾ ഇങ്ങനെ കുട്ടികളെയൊക്കെ പിടിക്കാൻ വരില്ല, അതുപോലെ ഉണ്ടാവട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് മാറ്റാട്ടാ. നമ്മൾ ഇൻ്റർവ്യൂക്ക് പോണ സമയത്ത് നമ്മുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, SSLCയോ നമ്മൾ അതിൽ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ട് ഇതാണ് എൻ്റെ ആധാർ കാർഡ്. കണ്ടോ, എനിക്ക് ചിരി വരും. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉള്ളിൽ വരില്ല, പൊങ്ങുന്ന കേട്ടോ നമ്മളിവിടെ പറയുക. അതാണ് കേട്ടോ. ഉമ്മ തേങ്ങ പൊട്ടിക്കുമ്പോൾ അത് കിട്ടിയപ്പോൾ വേഗം എന്നെ വിളിച്ച് ഞാനത് പോയി വാങ്ങി കഴിക്കായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പഞ്ചായത്തേക്ക് അടുത്താണ്. അപ്പോൾ ഞാൻ രാവിലെ കുട്ടികളെയൊക്കെ വിട്ട് എൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് വന്നാണ് കേട്ടോ. ഇവിടുന്ന് ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞാൻ പഞ്ചായത്തേക്ക് പോകും. അപ്പോൾ ഞാനിത് പോയി വന്ന ശേഷമാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെൻഷനാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൂളായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറയാൻ കിട്ടും. പക്ഷെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് അറിയുന്ന ഉത്തരങ്ങൾ പോലും നമുക്ക് പറയാൻ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഏകദേശം ഒരുവിധമൊക്കെ പറഞ്ഞു കേട്ടോ, എല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ അതിന് പോണതിൻ്റെ മുമ്പ് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചോറും മുതിരപ്പുളി പറയും, നമ്മളിവിടെ കൊള്ളുപുളി പറയും, അതും മത്തനും കോഴിമുട്ട റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ മുതിരക്കറി നല്ല ഇഷ്ടമാണ്. അപ്പം അതും കഴിച്ച് നമുക്ക് മത്തനും അതിൻ്റെ കൂടെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് റോസ്റ്റ് ഉണ്ടാക്കില്ല, ഉള്ളി റോസ്റ്റ്, അതുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പോയതും നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ടൈം വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉള്ളതിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത്. അതും ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് 10 ആൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ആൾ ഉണ്ടാവും കേട്ടോ. അതും ഒരാൾ ചോദ്യം ചോദിക്കും, അത് നമ്മൾ ഉത്തരം പറയുമ്പോഴത്തേനും വേറൊരാൾ ചോദ്യം ചോദിക്കും, അങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചോദിച്ച ഏകദേശം ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് നല്ല പോലെ അറിയുന്നതാണ്. നമ്മളിങ്ങനെ പേടിച്ച് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. അപ്പം നമ്മൾ സമാധാനത്തിൽ കയറി ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ പഞ്ചായത്തിലെത്തിയിട്ടോ. നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. നമുക്കിപ്പോൾ ടോക്കൺ തരും. എനിക്ക് കിട്ടിയത് 3ാമത്തെ നമ്പർ ടോക്കനാണ്. അങ്ങനെ ടോക്കൺ തന്നു. പിന്നെ നമുക്കൊരു വൈറ്റ് പേപ്പർ തരും, A4 ഷീറ്റിൻ്റെ വലിപ്പമുള്ളൊരു വൈറ്റ് പേപ്പറും ഒരു കഷ്ണം ന്യൂസ് പേപ്പറും തരും. അപ്പോൾ നമ്മൾ ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് എന്താണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് പെട്ടെന്ന് ഉണ്ടാക്കുക. തോണി ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. തോണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് -പോയിൻ്റാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു വീടാണ്. അതുപോലെ ആ A4 ഷീറ്റ് പേപ്പറിൽ ഒരു ചിത്രം വരയ്ക്കണം. നമുക്ക് എന്താ കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ചിത്രം വരയ്ക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ.
വീടെത്തിയതും ഉമ്മ ചോദിക്കുകയാണ് കേട്ടാ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ, എന്തൊക്കെ പറഞ്ഞു, ഏതൊക്കെ ചെയ്തു എന്ന്. അപ്പം ഞാൻ അമ്മാനോട് ഓരോന്ന് പറയണം കേട്ടാ. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞത് പുറത്ത് വന്ന് ഞാനൊരു കസേരയിൽ അങ്ങനെ ഇരുന്നു. എന്താ അറിയില്ല, വല്ലാത്ത ടെൻഷൻ കൊണ്ടാണ്. പിന്നെ ഒരു 5 മിനിറ്റ് ഇരുന്നൊക്കെ റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് കേട്ടാ. ഇനി എന്തൊക്കെ ചോദിച്ചത് എന്ന് പറഞ്ഞുതരാം. നമ്മുടെ അധികവും ഈ അംഗൻവാടി സംബന്ധമായിട്ടുണ്ടാവുമല്ലോ, അംഗൻവാടി ഏത് ടൈമിലാണ് തുടങ്ങുക, എപ്പോഴാണ് അവസാനിക്കുക, അങ്ങനെ ചോദിച്ചു. അതുപോലെ നിർഭയ കേസിൻ്റെ ചോദിച്ചു. പിന്നെ ഒരു ആക്ഷൻ സോങ് പറഞ്ഞു, കവിത ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ അടിപൊളിയായിട്ട് അങ്ങോട്ട് കാച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്രയൊക്കെയാണ് ഇൻ്റർവ്യൂവിലുള്ളത്. പക്ഷേ ചില ചോദ്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഏകദേശം ഉത്തരമൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെയായിരുന്നു ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. ഞാൻ സമാധാനത്തിൽ ഇരുന്നിട്ട് ഒരു ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായൻ്റെ കൂടെ എന്താ അറിയോ, കച്ചായ എന്നൊക്കെ പറയും. ഓരോ ഭാഗത്ത് ഓരോ പേരായിരിക്കും. നമ്മളിവിടെ കച്ചായ എന്നാണ് കേട്ടോ പറയുക. നല്ല ടേസ്റ്റാണ്. ഞാൻ ചെറുപ്പത്തിൽ കഴിച്ച ശേഷം പിന്നെ എനിക്ക് കഴിച്ച ഓർമ്മയില്ല, ഇപ്പോഴാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ചെറുപ്പത്തിൽ ചായക്കടയില്ലേ, അവിടെ നമുക്കിങ്ങനെ കിട്ടും ഈ കച്ചായം പറഞ്ഞിട്ട്. അന്ന് ഇതിനെക്കാട്ടി ടേസ്റ്റ് ആയിരുന്നു, ഇന്ന് എന്നാലും കുഴപ്പമില്ല. അപ്പോഴാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂട് കച്ചായും ഉണ്ട്, അതുപോലെ ബോണ്ടയുണ്ട് കേട്ടോ. ഈ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അതിൻ്റെ ഇടയിൽ അനിയത്തി ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വീടൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഒരു പീസ് ന്യൂസ് പേപ്പറാണ്. അതിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു വീടാണ് കേട്ടോ. ഞാൻ എൻ്റെ മോനിക്ക് 1ാം ക്ലാസ്സിലിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീടുണ്ടാക്കി. പിന്നെ ഞാൻ ചിത്രം കാണിക്കുന്നില്ല വിചാരിച്ചു, എന്നാലും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ വീടും മലയും അങ്ങനെ എന്താ പറഞ്ഞാൽ നമുക്ക് ഒരു സ്കെച്ചാ തരുള്ളൂ. ഉള്ള സ്കെച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് സ്കെച്ച് കിട്ടിയപ്പോൾ ഞാൻ വേഗം വരച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.